എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം നാഷണൽ ഫോറൻസിക് സയൻസ് യൂണിവേഴ്സിറ്റി. രാജ്യത്തെ നിന്നല്ല, ലോകത്തിലെ തന്നെ ആദ്യത്തെ ഫോറൻസിക് യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള നാഷണൽ ഫോറൻസിക് സയൻസ് യൂണിവേഴ്സിറ്റി നമ്മളെ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിൻ്റെ അണ്ടറിലുള്ള സ്ഥാപനമാണിത്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഇൻവെസ്റ്റിഗേഷനിൽ ഇഷ്ടപ്പെട്ട ഒരാളാണോ, അത്തരത്തിലുള്ള പ്രൊഫഷനാണോ നിങ്ങൾ തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പോലീസിൽ പോകേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ CBIയിലോ NIAയിലോ അതുപോലുള്ള ഏജൻസികളിലൊന്നും പോകേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ നിങ്ങൾ +2 കഴിഞ്ഞതാണെങ്കിലും ഡിഗ്രി കഴിഞ്ഞതാണെങ്കിലും PG കഴിഞ്ഞതാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് കോഴ്സുകൾ പഠിച്ച് ഇവിടെ നിന്നും കോഴ്സുകൾ പഠിച്ച് ഈ പറഞ്ഞ ഇൻവെസ്റ്റിഗേഷനിലേക്കും അതുമായി ബന്ധപ്പെട്ടുള്ള മേഖലയിലേക്കും ജോലി നേടാൻ കിട്ടുന്ന ഒരു സുവർണ്ണ അവസരമാണ് ഇപ്പോൾ കൈവന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, പ്രൊഫഷണൽ ഡിപ്ലോമയുണ്ട്, BSc ഉണ്ട്, MPharm ഉണ്ട്, BTech ഉണ്ട്, MBA ഉണ്ട്, BBA ഉണ്ട്, LLM ഉണ്ട്, LLB ഉണ്ട്, MBA ഉണ്ട്, MSc ഉണ്ട്, PhD ഉണ്ട്, MTech ഉണ്ട്. ഇത്തരത്തിൽ അനേകം പ്രോഗ്രാമുകളുള്ള ഒരു യൂണിവേഴ്സിറ്റി. ആ യൂണിവേഴ്സിറ്റി ഈ പ്രോഗ്രാമുകളെല്ലാം ഫോറൻസിക് സയൻസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സൈബർ ക്രൈമുകളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കോഴ്സുകളാണ് ഇവിടെയുള്ളത്. അപ്പോൾ അത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് ഫോറൻസിക് സയൻസ് യൂണിവേഴ്സിറ്റി. യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളം 13 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, 11 ക്യാമ്പസ് ഉണ്ട്, അതുപോലെ തന്നെ 11 സ്കൂളുകളുണ്ട്. 11 സ്കൂളുകൾ എന്ന് പറഞ്ഞാൽ 11 ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്, അതുപോലെ തന്നെ 15 സെൻറ്റേഴ്സ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പ്രോഗ്രാമുകളടക്കം 77 പ്രോഗ്രാമുകൾ, 267 ഫാക്കൽറ്റി മെമ്പേഴ്സ്, 104 ഇൻ്റർനാഷണൽ MOUs, 154 നാഷണൽ MOUs. അപ്പോൾ ജോലി സാധ്യത എന്നുള്ള ഈ MOUൻ്റെ കണക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും പ്ലേസ്മെൻറ്റ് 100% അഷ്വേർഡാണ്. അപ്പോൾ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഈ ഒരു പ്ലേസിലേക്കാണ് വരുന്നത്. അഡ്മിഷൻ ഇവിടെ ന്യൂ രജിസ്ട്രേഷൻ കാണും. ഈ ന്യൂ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്തിട്ട് വേണം നിങ്ങൾ രജിസ്ട്രേഷനും മറ്റു കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനു മുമ്പ് ഇവിടെ ഏതൊക്കെ കോഴ്സുകളാണെന്നുള്ളത് നമുക്ക് നോക്കാം. കാരണം അനേകം കോഴ്സുകൾ ഞാൻ നേരത്തെ പറഞ്ഞു. ഇവിടെ കാണാൻ സാധിക്കും MSc പ്രോഗ്രാമുകളും അതുപോലെ തന്നെ BSc പ്രോഗ്രാമുകളും BBA പ്രോഗ്രാമുകളും അതുപോലെ തന്നെ PhD പ്രോഗ്രാമുകളും ഡിപ്ലോമ പ്രോഗ്രാമുകളും PG ഡിപ്ലോമ പ്രോഗ്രാമുകളും LLM പ്രോഗ്രാമുകളും LLB പ്രോഗ്രാമുകളും അതുപോലെ തന്നെ പ്രൊഫഷണൽ ഡിപ്ലോമ പ്രോഗ്രാമുകളും. ഓരോ പ്രോഗ്രാമിൻ്റെയും പേരെടുത്ത് ഞാൻ വായിക്കുന്നില്ല. ഈ ഒരു ഇപ്പോൾ സ്ക്രീനിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രോഗ്രാമുകളൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ കേട്ട കുറേ കാര്യങ്ങളായിരിക്കും അല്ലേ. MSc ബയോടെക്നോളജി എന്നൊക്കെ എടുക്കുമ്പോൾ, പക്ഷേ ബയോടെക്നോളജി ഇൻ ഫോറൻസിക് സയൻസ് എന്നാണ് പറഞ്ഞു വരുന്നത്. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ലോ ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ സൈബർ ലോയും ക്രൈം ലോയും ഒക്കെ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. ക്രൈം സീൻ മാനേജ്മെൻറ്റ് ഉണ്ട്. ഈ കോഴ്സുകൾ ഓരോന്ന് എടുത്ത് നോക്കൂ, വായിച്ച് നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കോളേജിൻ്റെ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയെ കുറിച്ചുള്ള ഇൻഫർമേഷൻ തന്നെ മാറിപ്പോകും. കാരണം അത്രത്തോളം ഇന്നൊവേറ്റീവായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷനുമായി ബന്ധപ്പെട്ട്, ഫോറൻസിക്കുമായി ബന്ധപ്പെട്ട്, ക്രൈം സീനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ അത്തരത്തിലുള്ള രീതിയിൽ ജോലി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ അവരെ സംബന്ധിച്ചോളം ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ അതാണ് നാഷണൽ ഫോറൻസിക് സയൻസ് യൂണിവേഴ്സിറ്റി. ഞാൻ നേരത്തെ പറഞ്ഞു, +2 കഴിഞ്ഞ ആളുകൾക്ക് അപ്ലൈ ചെയ്യാനുള്ള BBA അല്ലെങ്കിൽ LLB പോലുള്ള പ്രോഗ്രാമുകൾ, BSc പ്രോഗ്രാമുകളുണ്ട്. അതുപോലെ തന്നെ ഡിഗ്രി കഴിഞ്ഞ ആളുകൾക്ക് അപ്ലൈ ചെയ്യാനുള്ള MBA MSc പോലത്തെ പ്രോഗ്രാമുകളുണ്ട്. PG കഴിഞ്ഞ ആളുകൾക്ക് അപ്ലൈ ചെയ്യാനുള്ള PhD അല്ലെങ്കിൽ MPharm പോലുള്ള പ്രോഗ്രാമുകളുണ്ട്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഡിഗ്രി കഴിഞ്ഞ ആളുകൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ഡിപ്ലോമ പ്രോഗ്രാമുകളുണ്ട്. +2 കഴിഞ്ഞ ആളുകൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ഡിപ്ലോമ പ്രോഗ്രാമുകളുണ്ട്. സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമുകളുണ്ട്. ഇങ്ങനെ ഏതാണോ നിങ്ങളുടെ എഡ്യൂക്കേഷൻ അതുമായി കണക്ട് ചെയ്യാൻ പറ്റുന്ന പ്രോഗ്രാമുകൾ ഇവിടെയുണ്ട്. ഓരോ പ്രോഗ്രാമുകളും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, ആ ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ കോഴ്സിന് അപ്ലൈ ചെയ്യാം, ആ പ്രോഗ്രാം പഠിക്കാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ പ്രോഗ്രാം പഠിച്ചിട്ട് ഇത്തരത്തിലുള്ള വളരെ ഇന്നോവേറ്റീവായിട്ടുള്ള നിങ്ങൾക്ക് ടാലൻ്റ് ഉണ്ടോ ഈ ഏരിയയിൽ, അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതാണ് ബെസ്റ്റ് ഓപ്ഷൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസീസിലൊക്കെ അപ്ലൈ ചെയ്ത് അവിടെ പോയിട്ട് ഈ പറഞ്ഞ പോലെ കോമ്പറ്റേറ്റീവ് എക്സാംസ് ഒക്കെ എഴുതിയിട്ട് അഡ്മിഷൻ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലാതെ തന്നെ ഇത് പഠിച്ചിട്ട് ഡയറക്റ്റായിട്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ജോബിലേക്ക് കിടക്കാൻ പറ്റും. സമയം കളയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓരോ കോഴ്സുകളെടുത്ത് വായിക്കാത്തത്. കാരണം ഇതിനകത്ത് അനേകം കോഴ്സുകൾ, ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ആ കോഴ്സുകൾ. ആ കോഴ്സുകൾക്കൊക്കെ താഴെ അവർ ഏത് ക്യാമ്പസിലാണ് ഇത് നൽകുന്നതെന്നും കൂടെയുണ്ട്. ഏകദേശം 11ഓളം ക്യാമ്പസുകളുണ്ടെന്ന് ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞു. ആ 11ഓളം ക്യാമ്പസുകളിലാണ് ഈ ഒരു കോഴ്സ് നൽകുന്നത്. അപ്പോൾ എവിടേക്കാണുള്ളത് മനസ്സിലാക്കാൻ പറ്റും. യൂണിവേഴ്സിറ്റി ഉള്ളത് ഗുജറാത്തിലാണ്, ഗാന്ധിനഗറിലാണ് യൂണിവേഴ്സിറ്റി ഉള്ളത്. പക്ഷേ പല കോഴ്സുകളും പല ക്യാമ്പസുകളിലാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എവിടേക്കാണ് നോക്കുക. പിന്നെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞ സംഭവം May 25 ആണ്. May 25, 2025 ആണ് ലാസ്റ്റ് ഡേറ്റ്. പക്ഷേ ഈ ഒരു ഇതിനകത്ത് നിങ്ങൾക്ക് May 17th അല്ലെങ്കിൽ 15th ഒക്കെ കാണാൻ സാധിക്കും. അതൊക്കെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് ഡേറ്റ്. അപ്പോൾ അതിന് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതാണ് നിങ്ങളുടെ ഏറ്റവും ആപ്റ്റായിട്ടുള്ള ടൈം. അപ്പോൾ നാഷണൽ ഫോറൻസിക് സയൻസ് യൂണിവേഴ്സിറ്റി ഇന്ത്യയിലെ നിന്നല്ല, ലോകത്തിലെ തന്നെ ആദ്യത്തെ ഫോറൻസിക് സയൻസ് യൂണിവേഴ്സിറ്റി. അപ്പോൾ അവിടെ പഠിച്ച്
നല്ലൊരു കരിയർ ഡെവലപ്പ് ചെയ്യുക. ഇപ്പോൾ തന്നെ ആപ്ലിക്കേഷൻ നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക. ഓൺലൈനായിട്ടാണ് നിങ്ങൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത്. ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട സൈറ്റാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചത്. ആ സൈറ്റിൽ നിന്ന് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇതെല്ലാം വായിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട എല്ലാ ഇൻഫർമേഷൻ കണക്ട് ചെയ്ത ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അഡ്മിഷൻ എടുത്താൽ മതി. അപ്പോൾ ഇതാണ് വെബ്സൈറ്റ്. ഈ വെബ്സൈറ്റിൽ നിന്നാണ് നിങ്ങൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ അഡ്മിഷൻ എടുക്കേണ്ടത്. അപ്പോൾ പ്രിയമുള്ളവർ, ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കൂടുതൽ വീഡിയോസ് കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വിവരം മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കുവാൻ മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തേക്ക് ഇവിടെ വാങ്ങുന്നു. ഞാൻ ഹാരിഷ് പൂക്കോടൻ.